2023 ജൂൺ 23-നാണ് മലയാളത്തിലെ ആദ്യ വെബ് സീരീസ് കേരള ക്രൈം ഫയൽസ് ഷിജു പാറയിൽ വീട് നീണ്ടകര റിലീസാകുന്നത്. വളരെ ഒതുക്കത്തോടെയുള്ള എഴുത്തും സംവിധാന മികവും സീരീസിന്റെ പ്രൊസീജിയറൽ സ്വഭാവവും വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടിയിരുന്നു. വർഷം 2025 ഇന്ന് ജൂൺ 20-ന് കേരള ക്രൈം ഫയൽസിന്റെ രണ്ടാം സീസണായ ദ സെർച്ച് ഫോർ CPO അമ്പിളി രാജുവാണ് എങ്ങും ചർച്ചയാകുന്നത്. ട്രിവാൻഡ്രം റൂറലിലെ ഒരു സ്റ്റേഷനിലെ CPO അമ്പിളി രാജു മിസ്സാകുന്നു. തുടർന്ന് അവിടെ പുതിയതായി ചാർജ് എടുത്ത കുര്യനും നോബിളും അവരുടെ ടീമും ചേർന്ന് നടത്തുന്ന വളരെ എൻഗേജിംഗ് ആയ ത്രില്ലിംഗ് ആയ ഇൻവെസ്റ്റിഗേറ്റീവ് ചാപ്റ്ററാണ് 6 എപ്പിസോഡുകളിലായി ഒരുക്കിയിരിക്കുന്ന കേരള ക്രൈം ഫയൽസ് സീസൺ 2. ഡീപ്പായ സ്ട്രോങ് ആയ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് സിനിമയ്ക്കും സീരീസിനും വലിയ അഡ്വാൻറ്റേജ് ആണ്. സ്ട്രോങ് ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ബേസ്മെന്റായി നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ബിലീവബിൾ ആണ്, ലോജിക്കലാണ് ഈ സീരീസ്. കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം ബാഹുൽ രമേശ് തിരക്കഥയൊരുക്കി എന്ന പ്രത്യേകതയുമുണ്ട്. അഹമ്മദ് കബീർ സെറ്റ് ചെയ്ത സീരീസിന്റെ പേസിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വേൾഡ് ബിൽഡിങ്ങും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റും വളരെ പെട്ടെന്നും പിന്നീട് അന്വേഷണത്തിന്റെ തന്നെ ഗിയർ ഷിഫ്റ്റ് സംഭവിച്ചു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള സമയമെടുത്ത് കഥാഗതിയിൽ നിന്ന് പ്രേക്ഷകർ ഡിറ്റാച്ച്ഡ് ആകാതെയാണ് അഹമ്മദ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാന കഥയും അതിലെ റിവീലിംഗ് പോയിന്റുകളും തരുന്ന ഹൈക്കും അപ്പുറത്തേക്ക് എനിക്ക് പേഴ്സണലി കൂടുതൽ കിക്ക് തന്നു ഒരു കോമ്പിനേഷൻ ആയിരുന്നു അമ്പിളി അയ്യപ്പൻ കോംബോ. സമീപകാലത്ത് കണ്ടതിൽ വെച്ച് 1000 ബാക്ക് സ്റ്റോറികൾ ആലോചിച്ചു കൂട്ടാവുന്ന തരത്തിലുള്ള പെർഫെക്റ്റ് കോമ്പിനേഷൻ, ഓൺ സ്ക്രീനിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ്. ഈ 2 കഥാപാത്രങ്ങളെ വെച്ച് തന്നെ ഒരു സ്പിൻ ഓഫിനുള്ള സാധ്യതകളും ഉണ്ടെന്ന് തോന്നുന്നു. സീരീസ് ഹോണ്ടിങ് ആക്കുന്നതിൽ ഈ 2 കഥാപാത്രങ്ങൾക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ സംസാരിക്കുമ്പോഴും അമ്പിളിയുടെയും അയ്യപ്പന്റെയും മാനറിസങ്ങളും നോട്ടങ്ങളും ശബ്ദവും എനിക്ക് വിസിബിളി എൻ്റെ മുന്നിലുണ്ട്. ഒരൊറ്റ സീനിൽ ഒരു ലൈഫ് ടൈം മുഴുവൻ കാണിച്ചതിന് ആ എഴുത്തിന്, സംവിധാന മികവിന് അഭിനന്ദനങ്ങൾ. ഏത് ടയറിലുള്ള മനുഷ്യനാണെങ്കിലും പവർ എന്തുമാത്രം അഡിക്റ്റീവ് ആണ് എന്നതിനുള്ള ഉദാഹരണമാണ് ഇന്ദ്രൻസ് അവതരിപ്പിച്ച അമ്പിളി രാജു എന്ന കഥാപാത്രം. എല്ലാ മേഖലയിലും ഹോൾഡുള്ള തിരുവനന്തപുരം സിറ്റിയിലെ ഓരോ ചലനങ്ങളും കൃത്യമായി അറിയുന്ന ഒരു CPO. 1 രൂപ പോലും കൈക്കൂലി വാങ്ങി കടപ്പാടുണ്ടാക്കാതെ നിലയും വിലയും തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഒരു ദിവസം അയാളെ കാണാതാകുന്നു. ആ അന്വേഷണത്തിന് ഉത്തരം ലഭിക്കുന്നതോടെ സീരീസ് പൂർണ്ണമാകുന്നു. കഥാഘടനയിൽ ഒരു പ്രധാന വഴിത്തിരിവ് സംഭവിക്കുന്ന പോയിന്റിൽ റിവേഴ്സ് ട്രാക്കിംഗ് ടെക്നിക് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെയിൻ ഓഫ് ഈവൻസ് രസകരമായിരുന്നു. അത് എഴുത്തിനും സംവിധാനത്തിനും രസകരമായി തോന്നി. അർജുൻ രാധാകൃഷ്ണൻ അവതരിപ്പിച്ച നോബലിന്റെ അടുത്ത് ഫോറൻസിക്കിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു ചെറിയ ഹിന്റ്, അവിടെ നിന്നും തുടങ്ങുന്ന ഹാപ്പനിങ്സ്, അതിന്റെ കൺക്ലൂഷൻ, ഒരു പക്ഷേ ആ പെർട്ടിക്കുലർ ഭാഗം തരുന്ന എക്സൈറ്റ്മെന്റ് തന്നെയാണ് പ്രേക്ഷകർക്ക് ക്ലൈമാക്സിൽ കിട്ടുന്ന സംതൃപ്തിയുടെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് തോന്നുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ സീക്വൻസ് മുതൽ പേസിംഗിലും മാറ്റമുണ്ട്. ഒരുപാട് റഷില്ല, എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസും ഉണ്ട്. ജിതിൻ സ്റ്റാൻസ്ലേഴ്സിന്റെ ഛായാഗ്രഹണവും മഹേഷ് ഭുവാനന്ദിന്റെ എഡിറ്റിംഗും ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതവും ഫസൽ ബക്കറിന്റെ റീ റെക്കോർഡിംഗ് മിക്സിംഗും തുടങ്ങി എല്ലാ തരത്തിലും ടെക്നിക്കലി മികച്ചു നിൽക്കുന്നതാണ്. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ സീസൺ 1-നേക്കാളും ഒരു പിടി മുകളിൽ നിൽക്കുന്നതാണ് കേരള ക്രൈം ഫയൽസ് രണ്ടാം സീസൺ. സീരീസിന്റെ ബിലീവബിലിറ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതിനൊരു പ്രധാന കാരണമായി തോന്നുന്നത് സീരീസിന്റെ ഫ്രഷ് കാസ്റ്റിംഗ് ആണ്. DYSP കഥാപാത്രം, നോബലിന്റെ ടീമിലുള്ള ഷാജു, അയ്യപ്പന്റെ ഭാര്യ കഥാപാത്രം ജെയ്സ് മോൻ, ജിജോയ് അവതരിപ്പിച്ച കഥാപാത്രം, ഷെൽട്ടറിലെ പ്രധാനികളായ ജിയോ ബേബിയുടെയും പ്രശാന്തിന്റെയും കഥാപാത്രങ്ങൾ, എല്ലാ തരത്തിലും സീരീസിന്റെ ഫൈനൽ ഇമ്പാക്റ്റിൽ ഈ കാസ്റ്റിംഗും അവരുടെ പെർഫോമൻസും കൃത്യമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആദ്യ സീസണിലെ കഥാപാത്രങ്ങളെ സിനിമയിൽ പ്ലേസ് ചെയ്ത രീതിയും മികച്ചതായിരുന്നു. പ്രത്യേകിച്ച് മനോജിനെയും കുര്യനെയും സുനിലിനെയും വിനുവിനെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കിയത്. സിറാജുദ്ദീൻ അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കത് ഉറപ്പാണ്. ക്ലൈമാക്സിലെ ഒരു ഷോട്ട് എൻറ്റയർ സീരീസിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരാളോട് ഇതിനെക്കുറിച്ച് പറയാൻ പാകത്തിന് ഓർത്തിരിക്കാൻ കെൽപ്പുള്ള ഒരു വിഷ്വൽ. ആ ഷോട്ടിലെ കോറിയോഗ്രഫിയും വിഷ്വൽ ഡിസൈനും ഈവൻ ഷോർട്ട് ആംഗിളും അടക്കം എല്ലാ തരത്തിലും ഗംഭീരമാക്കിയ ഒരു എൻഡിങ് ആയിരുന്നു രണ്ടാം സീസണിൻ്റേത്. തീർച്ചയായും നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന പ്ലോട്ട് റിവീലിംഗ് പോയിന്റുകളിൽ പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സീരീസാണ് കേരള ക്രൈം ഫയൽസ് സീസൺ 2. ഗിവ് ഇറ്റ് എ വാച്ച്.